ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. രണ്ടു ദിവസം കഴിഞ്ഞു. ഊർമിളാദേവിയെ ഫോൺ വിളിച്ച് ചിത്രാദേവി തൻ്റെ അക്കൗണ്ടിലെ മുഴുവൻ പണവും ട്രാൻസ്ഫർ ചെയ്യാനായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഊർമിളാദേവിയുടെ അക്കൗണ്ടിലെ മുഴുവൻ പണവും വിഡ്രോ ചെയ്യുക എന്ന് വെച്ചാൽ നിസ്സാരമായ ഒരു കാര്യമല്ല. എന്നിരുന്നാലും കുറച്ച് മെനക്കെട്ടിട്ടാണെങ്കിൽ കൂടിയും നിവർത്തിയില്ലാതെ ഊർമിള തൻ്റെ അക്കൗണ്ടിലെ പണം മുഴുവൻ വിഡ്രോ ചെയ്ത് ചിത്രാദേവിക്ക് കൈമാറി. ഇതേസമയം അമൃത കാവ്യയെ കാണാനായി ഈശ്വരമഠത്തിലെത്തി. അതെ അമൃതേച്ചി, ഞാൻ പറഞ്ഞത് സത്യമാ. അന്ന് ഇവിടെ നിന്ന് വളരെ ഹാപ്പി ആയിട്ടാ മഹതി അച്ചമ്മ ക്ഷേത്രത്തിലേക്ക് പോയത്. ക്ഷേത്രത്തിൽ അവിടെ ആരോ അച്ചമ്മയെ കാണാൻ വന്നിട്ടുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് വിജയലക്ഷ്മി വന്നു. അതെ അമൃത മോളെ, ചേച്ചി മരിക്കുന്നതിൻ്റെ തലേ ദിവസം, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഫെബ്രുവരി 1-ാം തീയതി ഞാനും ചേച്ചിയും കൂടി ആ ക്ഷേത്രത്തിൽ പോയപ്പോൾ ചേച്ചിയെ മാറ്റി നിർത്തി മായാവതി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്ത്, വല്യമ്മയോ? അതെ, എന്തോ കാര്യം ചേച്ചിയോട് പറയാനുണ്ടെന്ന് പറഞ്ഞ് മായാവതി സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാ എൻ്റെ പേഴ്സ് മറന്നു വെച്ച് കാര്യം ആലോചിച്ച് ഞാൻ ക്ഷേത്രത്തിനകത്തോട്ട് തിരിച്ചു പോയത്. കുറച്ച് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ കണ്ടത് സംസാരം എല്ലാം കഴിഞ്ഞ് ചേച്ചിയോട് മായാവതി വഴക്കിടുന്നതാ. ഞാൻ പേഴ്സ് എടുക്കാൻ പോയ ആ സമയത്ത് മായാവതി എന്തോ ഒരു കാര്യം ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. തിരിച്ചു വന്ന എന്നോടും ഒരു കാര്യവും ഇല്ലാതെ മായാവതി തട്ടിക്കയറുന്നുണ്ടായിരുന്നു. അതെ അമൃതേച്ചി, അച്ചമ്മ മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അച്ചമ്മ മരിച്ച ദിവസം ഇങ്ങനെ സംഭവിച്ചുകൂടാ? എന്താ കാവ്യ നീ പറഞ്ഞു വരുന്നത്? അതായത് അച്ചമ്മ മരിക്കുന്നതിന് തലേ ദിവസം മായാവതി ആൻറ്റി അച്ചമ്മയെ കണ്ടു ക്ഷേത്രത്തിൽ വെച്ച്. തൊട്ടടുത്ത ദിവസവും അച്ചമ്മയെ ആ ക്ഷേത്രത്തിൽ വെച്ച് മായാവതി ആൻറ്റി കണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ? ഞാൻ പറയുന്നത് എൻ്റെ ഒരു സംശയം മാത്രമാ. എന്നാലും മായാവതി ആൻറ്റി എന്തെങ്കിലും പറഞ്ഞതുകൊണ്ടായിരിക്കുമോ ഇനി ഒരുപക്ഷെ മഹതി അച്ചമ്മയ്ക്ക് നെഞ്ചുവേദന വന്നത്? പെട്ടെന്ന് വിജയലക്ഷ്മി ഇടയ്ക്ക് കയറി പറഞ്ഞു. കാവ്യ, അമൃതമോളെ, ഞാൻ ഇപ്പോഴാ ഒരു കാര്യം ഓർമ്മിച്ചത്. ഞാൻ പേഴ്സ് എടുക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ മായാവതി കേട്ട് നിൽക്കെ ചേച്ചിയോട് പൂജാരി എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. എന്താ അച്ചമ്മേ പൂജാരി പറഞ്ഞത്? അത് ചേച്ചി പൂജിക്കാൻ കൊടുത്ത ഏലസും തകിടും നാളെ രാവിലെ 8 മണിക്ക് വന്നാൽ തരാമെന്ന് മഹതിയോട് പറയണമെന്ന് എന്നോട് പൂജാരി പറഞ്ഞിരുന്നു. ആ കാര്യം ഞാൻ വന്ന് ചേച്ചിയോട് പറഞ്ഞപ്പോൾ മായാവതിയും അത് കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അച്ചമ്മ ഇപ്പോൾ പറഞ്ഞതുപോലെയാണ് കാര്യമെങ്കിൽ മഹതി അച്ചമ്മ മരിക്കുന്ന ദിവസം, അതായത് ഫെബ്രുവരി 2-ാം തീയതി രാവിലെ 8 മണിക്ക് ക്ഷേത്രത്തിൽ മഹതി അച്ചമ്മ വരുമെന്ന കാര്യം മായാവതി ആൻറ്റിക്ക് അറിയാമായിരുന്നു അല്ലേ? അതെ മോളെ, അതായത് കൃത്യം ആ സമയത്ത് അവിടെ മഹതി അച്ചമ്മ വരുമെന്ന് മനസ്സിലാക്കിയ മായാവതി ആൻറ്റി അവിടെ വന്ന് എന്തോ ഒരു കാര്യം മഹതി അച്ചമ്മയോട് പറയാൻ സാധ്യതയില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലേ? പെട്ടെന്ന് അമൃത ഞെട്ടിത്തരിച്ചു. അങ്ങനെയാണെങ്കിൽ തന്നെയും മായാവതി വല്യമ്മ മുത്തശ്ശിയോട് പറയാൻ മാത്രം എന്ത് രഹസ്യമാണ് ഇത്രയ്ക്ക് ഉള്ളത്? അതെനിക്കറിയില്ല അമൃതേച്ചി, പക്ഷേ എൻ്റെ ഒരു സംശയമാണ്. എന്തായാലും അമൃതേച്ചി തൽക്കാലം ഈ കാര്യങ്ങളൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട. ഞാൻ എൻ്റെ അച്ചമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചിരിക്കും. മഹതി അച്ചമ്മ അസ്വാഭാവികമായി മരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കണ്ടെത്തിയിരിക്കും. കാവ്യയുടെ വായിൽ നിന്നും കേട്ട കാര്യങ്ങൾ അമൃതയെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. അമൃത തിരികെ ദേശായി വീട്ടിലെത്തിയെങ്കിലും മനസ്സ് മുഴുവൻ കാവ്യ പറഞ്ഞ കാര്യങ്ങളിലായിരുന്നു. എന്നാലും വല്യമ്മ മുത്തശ്ശി ക്ഷേത്രത്തിൽ വെച്ച് വീണ്ടും കണ്ടിട്ടുണ്ടാവൂ? കണ്ടെത്തണം. മുത്തശ്ശിയുടെ മരണത്തിന് പിന്നിൽ വല്യമ്മയ്ക്ക് പങ്കുണ്ടെങ്കിൽ അവരെ ഞാൻ വെറുതെ വിടില്ല. പെട്ടെന്ന് മധുമതി അങ്ങോട്ട് വന്നു. എന്താ മോളെ, നീ ആര് വെറുതെ വിടില്ലെന്നാ ഈ പറയുന്നത്? ഏയ്, ഞാനിവിടെ ഒരു ചിലന്തി കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. അത് മക്കളെ എങ്ങാനും കടിച്ചാലോ എന്നാലോചിച്ച് വെറുതെ വിടില്ലെന്ന് പറഞ്ഞതാ. ഓ, അതായിരുന്നു. അമൃതേ, ഞാൻ വർഷയ്ക്ക് ഒരു ഗ്ലാസ് പാല് കൊണ്ട് കൊടുക്കാൻ പോവുക. നീ അടുക്കളയിലൊന്ന് ശ്രദ്ധിച്ചോണേ. ഇത്രയും പറഞ്ഞ് മധുമതി അവിടെ നിന്നും പോയി. അമൃത അടുക്കളയിലേക്ക് പോകവെയാണ് പുറത്ത് ജനാല വഴി ഊർമിളയോട് ദേഷ്യപ്പെടുന്ന ദേവരാജനെ കണ്ടത്. ഇതുവരെ ഇല്ലാതെ ദേവരാജൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതിൻ്റെ കാരണം അറിയാൻ അമൃത അത് ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ തുടങ്ങി. ഊർമിളെ, നീ കാണിച്ചത് തീരെ ശരിയായില്ല. എന്താ ദേവേട്ട? ഊർമിളെ, ഞാനെല്ലാം അറിഞ്ഞു. നിന്റെ അക്കൗണ്ടിലെ പണം മുഴുവൻ നീ എന്തിനാ പിൻവലിച്ചത്? നിന്റെ അക്കൗണ്ടിൽ എത്രത്തോളം പണം ഉണ്ടെന്ന് എനിക്ക് വളരെ വ്യക്തമായി അറിയാം. ആ പണം മുഴുവൻ പിൻവലിക്കാൻ മാത്രം
നിനക്ക് എന്ത് ആവശ്യമാ വന്നത്? ഇന്ന് നീ ഇതിനുത്തരം പറഞ്ഞേ പറ്റൂ ഊർമിളെ. ഊർമിള ദേവരാജന്റെ മുന്നിൽ നിന്ന് ഒരു നിമിഷം വിയർത്തു. അത് പിന്നെ ദേവേട്ട, ഞാൻ... ഊർമിളെ, ഇത്രയും വലിയൊരു തുക നിന്റെ അക്കൗണ്ടിൽ നിന്ന് നീ വിഡ്രോ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ എന്തോ വലിയൊരു കാര്യമുണ്ട്. അതെന്താണെന്നാ ഞാൻ ഈ ചോദിക്കുന്നത്. അത് പിന്നെ ദേവേട്ട, എനിക്കൊരു ആവശ്യം വന്നു. നമ്മൾ ആരും അറിയാത്ത എന്താണ് നിന്റെ ആവശ്യം? അതും നിന്റെ അക്കൗണ്ടിലെ 200 കോടി രൂപ പിൻവലിച്ച് എന്താവശ്യമാണ് നിനക്കുള്ളത്? പെട്ടെന്ന് ജനാല വഴി ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കേട്ട അമൃത ഞെട്ടിത്തരിച്ചു. 200 കോടിയോ? ഇത്രയും പണം അമ്മ പിൻവലിച്ചത് എന്തിനായിരിക്കും? അതും അക്കൗണ്ടിലെ മുഴുവൻ തുകയും പിൻവലിച്ചെന്ന് പറഞ്ഞാൽ? അമൃത സ്വയം പറഞ്ഞുകൊണ്ട് ദേവരാജന്റെയും ഊർമിളയുടെയും സംഭാഷണം കേട്ടുകൊണ്ട് നിന്നു. അത് പിന്നെ ദേവേട്ട, എനിക്ക് കുറച്ച് പേഴ്സണലായ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. ജാസ്മിൻ US കുറച്ച് കടത്തില. അവിടെ വലിയൊരു ചെക്ക് കേസുമായി ബന്ധപ്പെട്ട് ആകെ പ്രശ്നത്തിലായിരുന്നു. അത് കൊടുക്കാൻ വേണ്ടിയാ ഞാനിന്ന് ഈ കാശ് മുഴുവൻ വിഡ്രോ ചെയ്തത്. എന്നാലും എൻ്റെ ഊർമിളെ, 200 കോടി രൂപ പിൻവലിച്ച് നിന്റെ അക്കൗണ്ട് വരെ പൂട്ടിക്കെട്ടി എന്തിനാ നീ ജാസ്മിൻ അതെല്ലാം പെറുക്കി കൊടുത്തത്? അത് ദേവേട്ട, എൻ്റെ അനിയത്തി അത്രയും വലിയൊരു കടത്തിലാകുമ്പോൾ പിന്നെ ഞാൻ അവളെ സഹായിക്കണ്ടേ? ജയേട്ടനാണ് ഇങ്ങനൊരു ആവശ്യം വന്നതെങ്കിൽ ദേവേട്ട സഹായിക്കില്ലേ? അത്രേ ഞാനും ചെയ്തുള്ളൂ. ദേവേട്ട പ്ലീസ്, ഈ കാര്യം ദയവ് കരുതി വീട്ടിലെ ബാക്കിയുള്ളവരോട് ആരോടും പറയരുത്. എല്ലാവരും കൂടി അറിഞ്ഞ് ഈ വീട്ടിലൊരു കലഹം ദേവേട്ടൻ കാരണം ഉണ്ടാക്കരുത്. ഇത്രയും പറഞ്ഞ് ഊർമിള അവിടെ നിന്നും പോയി. ഊർമിള പോകുന്നത് നോക്കി നിന്ന് ദേവരാജൻ സ്വയം പറഞ്ഞു, ഛേ ഇല്ല, ഊർമിള പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം ആർക്കു വേണ്ടി ആയാലും ദേശായി കുടുംബത്തിൽ നിന്നും അവൾക്ക് ബിസിനസ് വഴി ലഭിച്ച 200 കോടി രൂപ അവൾ ഒരിക്കലും പിൻവലിക്കില്ല. ഊർമിള എന്തോ മറക്കുന്നുണ്ട്, അത് കണ്ടെത്തണം. ഇതെല്ലാം കണ്ടുനിന്ന അമൃത ആകെ ഞെട്ടലോടെ ഓരോരോ സംഭവങ്ങൾ കോർത്തിണക്കുന്നുണ്ടായിരുന്നു. ഭഗവാനെ, ഈ വീട്ടിൽ എന്തൊക്കെയായി നടക്കുന്നത്? മുത്തശ്ശിയുടെ പെട്ടെന്നുള്ള മരണം, മായാവതി വല്യമ്മയും അമ്മയും തമ്മിൽ പെട്ടെന്നുണ്ടായ സ്വരച്ചേർച്ച, അത് ഭീഷണിയാണെന്ന് അമ്മയുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഈ അക്കൗണ്ടിലെ 200 കോടി രൂപ അമ്മ പിൻവലിച്ചിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? ഇതൊക്കെ തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അമ്മയ്ക്ക് ആരോടും പറയാൻ പറ്റാത്ത എന്തോ ഒരു വലിയ രഹസ്യം മൂടി വെക്കുകയാണ് അമ്മ. എന്തായാലും ഈ കാര്യം വൈകാതെ തന്നെ എനിക്ക് കാവ്യയെ അറിയിക്കണം. 5 ദിവസം കഴിഞ്ഞു. റൂമിൽ തനിച്ചിരുന്ന ഊർമിളാദേവി സ്വയം പറയുന്നു, ഇനി ഒന്നുകൊണ്ടും ഞാൻ പേടിക്കേണ്ടതില്ല. എത്രയോ മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ 5 ദിവസമായി സ്വസ്ഥത എന്തെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. അമ്മ മരിച്ചതിന് ശേഷം മായാവതിയുടെ പണം ചോദിച്ചുള്ള ഭീഷണി എന്നെ കൊന്നു തിന്നുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 5 ദിവസമായി ആരുടെയും ഒരു ശല്യവും ഇല്ല. ചിത്രാദേവി എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കയ്യിലെ കാശ് മുഴുവൻ പോയാലും ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. ഇനി എൻ്റെ അർജുൻ്റെ രഹസ്യം ആരും അറിയില്ല. ഇത്രയും ചിന്തിച്ചു നിൽക്കവേ പെട്ടെന്ന് ദേശായി വീടിന് മുന്നിൽ ഒരു കാർ വന്നു നിന്നു. ആ കാറിൽ നിന്നും ചിത്രാദേവിയും മായാവതിയും പുറത്തേക്കിറങ്ങി. ചിത്രാദേവി വീടിനകത്തേക്ക് കയറിയതും മധുമതി അവരെ സ്വീകരിച്ച് ഹാളിലേക്ക് കൊണ്ടുപോയി ഇരുത്തി. വരൂ, ഇതാരാ? ചിത്രാദേവിയോ? ആ, നമ്മുടെ മായാവതി ഉണ്ടല്ലോ. രണ്ടുപേരും വാ, അകത്തേക്കിരിക്കാം. പെട്ടെന്ന് അങ്ങോട്ടേക്ക് വീട്ടുകാരെല്ലാവരും വന്നു. വീട്ടുകാരെല്ലാവരും അവിടെ ചിത്രാദേവിയെ നോക്കി നിൽക്കവേ പെട്ടെന്ന് ചിത്രാദേവി ചോദിച്ചു, അല്ല, നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ, പക്ഷേ പ്രധാന ആളെ മാത്രം കാണാനില്ലല്ലോ. ഊർമിളാദേവി എവിടെ പോയി? പെട്ടെന്ന് സിസിലി അങ്ങോട്ട് വന്നു. ഊർമിള മാഡം റൂമിലിരിക്കുക. ഇവിടുത്തെ അമ്മ മരിച്ച പിന്നെ റൂമിനകത്ത് തന്നെ ഒറ്റ ഇരിപ്പാ കൂടുതലും. എന്തായാലും ചിത്രാദേവിയെ കാണുമ്പോൾ ഊർമിള മാഡത്തിന് സന്തോഷമാകും. ഞാൻ വിളിച്ചോണ്ട് വരാം. സിസിലി ഊർമിളയെ വിളിക്കാനായി റൂമിലേക്ക് പോയി. അന്നേരം മധുമതി ചോദിച്ചു, അല്ല ചിത്രാദേവി, മായാവതിയെ എവിടെ നിന്ന് കിട്ടി? മായാവതി എൻ്റെ സുഹൃത്തല്ലേ. മായാവതി ദേശായി വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടെ വരുന്നെന്ന് പറഞ്ഞു. അങ്ങനെയാ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വന്നത്. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് തന്നെ കുറച്ചു കാര്യങ്ങൾ എല്ലാവരോടുമായി പറയാനുണ്ടെന്നേ. എന്താ ചിത്രാദേവി, തിടുക്കപ്പെടല്ലേ മധുമതി. ഊർമിള ഒന്നിങ്ങോട്ട് വന്നോട്ടെ, ഞാൻ എല്ലാം പറയാം. ഇതേ സമയം സിസിലി ഊർമിളാദേവിയുടെ റൂമിന്റെ വാതിൽ തട്ടി സംഭവം പറഞ്ഞു. എന്ത്? ചിത്രാദേവിയോ? കൂടെ മായാവതി ഉണ്ടെന്നോ? അവരെന്താ ഇങ്ങോട്ട്? പരിഭ്രാന്തിയായ ഊർമിള വെപ്രാളത്തിൽ കോണിപ്പടികൾ ഓടി താഴേക്കിറങ്ങി. ഏയ് ഊർമിളേ, നീ എന്തിനാ ഇത്ര വേഗത്തിൽ ഓടി ഇറങ്ങി വന്നത്? ഞാനും മായാവതിയും വന്നത് നിന്റെ രഹസ്യം പറയാനൊന്നും അല്ല.
പെട്ടെന്ന് വീട്ടുകാരെല്ലാവരും ഊർമിളയെ തുറച്ചു നോക്കി. എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ചു, രഹസ്യമോ? എന്ത് രഹസ്യം?